ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മളെ ടോപ്പിക് നമ്മളെ വണ്ടിയാണ്. അത് കൊടുക്കേണ്ടി വന്നു, അത് നമ്മൾ വിട്ടുപോയി. കാരണം പേഴ്സണലാണ്. എനിക്കത് സത്യം പറഞ്ഞാൽ നിങ്ങളോട് റിവീൽ ചെയ്യേണ്ട കാര്യമില്ല. സിൻസ് ഇറ്റ്സ് പേഴ്സണൽ. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ്. കൊടുക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ ആ കൊടുക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ എല്ലാവരോടും പറഞ്ഞത്. കാരണം കുറേ പേര് നിരന്തരം നമ്മൾ അതിന് വേണ്ടി ഒരു പേജൊക്കെ തുടങ്ങിയപ്പോൾ കുറേ പേര് വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കണ്ടിരുന്നു, കൊടുക്കണുണ്ടോ. ആ വണ്ടി അത്രയും പ്രിയപ്പെട്ടതായതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. മെയിനായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും വെച്ചാൽ നമ്മൾ കാർ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാഗ്രഹം ശരിക്കും പറഞ്ഞാൽ നമുക്ക് നടക്കുന്നില്ല. കാരണം വെച്ചാൽ ലിമിറ്റേഷൻസ് എന്താ വെച്ചാൽ വീട്ടിലെ പ്രശ്നങ്ങളാണ്. വീട്ടിലവർ സമ്മതിക്കണുണ്ടായിരുന്നില്ല ഒരിക്കലും. ഞാൻ അവരെ കുറെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് ഇത് എടുക്കണത്. കാരണം മുമ്പ് നമ്മൾ കുറെ ഇതുപോലെ പഴയ വണ്ടികൾ എടുത്തിട്ട് അവർക്ക് അതിനോടുള്ള കോൺഫിഡൻസ് പോയി. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ഒരു കളറിലും ഭംഗിയിലൊക്കെ പോയിട്ട് വണ്ടി എടുത്ത് കൊണ്ടുവരും, അത് പോയി വർഷാപ്പിൽ കൊടുക്കും, പിന്നെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ കുറെ അനുഭവങ്ങൾ വീട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടുകാരും കുറെയൊക്കെ ഇങ്ങനെ റിജക്റ്റ് ചെയ്ത് എന്നിട്ടാണ് ലാസ്റ്റ് ഈ വണ്ടി അത്രത്തോളം പെർഫെക്റ്റ് ആണെന്നും എന്താ പറയുക നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞ് മെക്കാനിക്കിനെ പോലൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തിട്ടാണ് അത് ഇറക്കി കൊടുത്തത്. അത് തികച്ചും എന്താ പറയാ ഒരു ലക്കൻ ആയിരുന്നു എനിക്ക്. കാരണം മെയിനായിട്ട് അതിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറ്, പിന്നെ നമ്പർ. ആ വണ്ടിയുടെ നമ്പർ എന്ന് പറഞ്ഞാൽ K11R222 എന്നാണ്. അപ്പോൾ എന്നോടൊരു സുമ്മ പറയാണ് ഈ 222 ശരിക്ക് എനിക്ക് കണക്റ്റ് ആവുന്ന ഒരു നമ്പറാണ്. വെച്ചാൽ ഉമ്മ പറയണെന്ന് വെച്ചാൽ ഞാൻ ജനിക്കണ ദിവസം എൻ്റെ ഡേറ്റ് 2 2-ാം തീയതി 2:30 മണിക്ക് പുലർച്ചെ 2 മണിക്കിരുന്ന് എൻ്റെ ജനനം. 2.25 കിലോ തൂക്കം. അങ്ങനെ 222 അത് എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തിരുന്നു. അത് എന്നോട് ഉമ്മ ഒരു ദിവസം വണ്ടി എടുത്ത് കുറെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഉമ്മനോട് പറയണത് അതിനെ പറ്റിയിട്ട്. അപ്പൊ ഈ 222 അങ്ങനെ അത്രത്തോളം ഭയങ്കര എന്താ പറയാ നമ്മളായിട്ട് സിങ്കായിട്ട് നിന്നിരുന്നതുകൊണ്ടും പിന്നെ വണ്ടി അത്രയും പ്രസ്റ്റീൻ കണ്ടീഷനായിരുന്നു. നമുക്ക് കൊടുക്കാനുള്ളൊരു കാരണം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അത് കൊടുത്ത് ഒഴിവാക്കാൻ ചില കാരണങ്ങളൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ വർഷം മുന്നത്തെ വർഷമായിട്ട് അതിൻ്റെ പേപ്പേഴ്സൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ വർഷം എൻ്റെ പേപ്പേഴ്സൊക്കെ ക്ലിയർ ചെയ്ത് നമ്മളെ ഫ്രണ്ട്സ് തന്നെ ചെയ്തത്. അപ്പം നമ്മളതങ്ങനെ എന്താ പറയുക ലോങ് ടേം കീപ്പ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പെട്ടെന്നാണ് അത് കൊടുക്കണം എന്നുള്ളൊരു പ്ലാൻ വരുന്നതും കൊടുക്കണതും. തീരെ എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല, തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അത് കൊടുക്കുമ്പോൾ വരെ നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വണ്ടി കൊടുത്തിട്ടുള്ളത് കണ്ണൂർക്കാണ്. കണ്ണൂർ സൈഡിൽ ഉള്ളവർക്ക് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും, വണ്ടി അവിടെ ഉണ്ടാവും. ആളുടെ പേര് ഈ പറഞ്ഞ പോലെ ഞാൻ റിവീൽ ചെയ്യില്ല. വണ്ടി അത്രയും പൊന്നുപോലെ കൊണ്ടുനടന്നിട്ട് പെട്ടെന്ന് പോയ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് എന്താ പറയാ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചില കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. ചില കാര്യങ്ങൾ ചില സമയമാകുമ്പോൾ നമ്മളത് ഇപ്പോൾ അത് കൊടുത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണൽ റീസൺസ് ആണ്. അപ്പം നമ്മൾ അങ്ങനെ ചിലപ്പോൾ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് ചില കാര്യങ്ങളിൽ നമ്മളൊന്ന് കോംപ്രമൈസ് ചെയ്യണം, കണ്ണടക്കണം, നമ്മളെ നല്ലതിനനുസരിക്കണം. അങ്ങനെ ഞാൻ റിലീസ് ചെയ്തതാണ്. ഇത് ശരിക്കും പറഞ്ഞാലേ വീട്ടുകാര് എന്നോട് കൊടുത്തോളാൻ പറഞ്ഞിട്ട് ഒരു സൈഡിൽ കൂടെ അങ്ങനെ ഉണ്ടായിരുന്നു. വീട്ടുകാര് കൊടുക്കാൻ പറഞ്ഞിട്ട് ഭയങ്കര പ്രഷറൈസിങ് ആയിരുന്നു. ആ സാധനം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ അത് കൊടുത്തു എന്നുറപ്പായിട്ട് ഞാൻ ഒന്ന് വൈകിട്ട് വിളിച്ചപ്പോ വീഡിയോ കോളിന്റെ വീഡിയോ ഞാൻ സത്യം പറഞ്ഞ ഇതിൽ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ലിറ്ററലി എല്ലാവരും കരയായിരുന്നു. കാരണം വെച്ചാല് ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ട് എടുത്ത വണ്ടി ആയതുകൊണ്ട് എല്ലാവർക്കും അതിനോടൊരു ഇഷ്ടമായിരുന്നു. സത്യം പറഞ്ഞാൽ അതിൽ ആരും അങ്ങനെ കാര്യമായിട്ട് യാത്ര ചെയ്തിട്ടില്ല. കാരണം ആ വണ്ടി ഈ സൗണ്ട് കാര്യങ്ങൾ ഒക്കെ ഉള്ള കാരണം അവർക്ക് വലിയൊരു ഇതില്ല അതിൽ പോവാന്. വെച്ചാൽ അവര് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, അവർക്ക് വെച്ചാല് ഞാൻ മെയിനായിട്ട് അവരോട് പറയും, അന്ന് കിട്ടുന്ന 17 വീലായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഹമ്പിൽ എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ ആരെങ്കിലും ഒരാള്, അല്ലെങ്കിൽ 2 ആള്.
അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഇപ്പം നമ്മൾ സാധാരണ ഒരു വണ്ടി പോണ പോലെ ഒരു ഗ്രൂപ്പായിട്ട് ആ വണ്ടിയിൽ പോകാൻ പറ്റണ്ടിരുന്നില്ല. അതുകൊണ്ട് അവർക്കത് എനിക്കത് ഇഷ്ടമുള്ളതിന്റെ പേരിൽ മാത്രമായിരുന്നു അവർക്ക് അതിനോടുള്ള ഒരു ഇത്. വെച്ചാൽ അവര് വല്ലപ്പോഴും വളരെ കുറവാണ് അതിലൊക്കെ യാത്ര ചെയ്തുള്ളൂ. ഒന്നല്ലെങ്കിൽ എൻ്റെ ഉമ്മ മാത്രം ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ വാപ്പ മാത്രം ഉണ്ടാവും. ഞാനും അനിയനും തന്നെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ വീട്ടിൽ അങ്ങനെ വെച്ചാൽ ആകെ 1-2 പേരൊക്കെയാണ് അതിലിരുന്നത്. എല്ലാവർക്കും ഹോൾ ഫാമിലി ടുഗദർ യാത്ര ചെയ്തിട്ടില്ല അതിൽ തീരെ. എനിക്ക് തോന്നുന്നു വണ്ടി എടുത്ത ടൈമിൽ അതിന്റെ വീൽ സൈസ് കുറവായിരുന്ന ടൈമിൽ 1-2 അങ്ങനെ വളരെ റയറായിട്ടാണ് അങ്ങനെ പോയിട്ടുള്ളത്. അത് കാരണം വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി ഭയങ്കര പ്രഷറിങ് ആയിരുന്നു. കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇവരറിഞ്ഞത്. കാരണം വെച്ചാല് എല്ലാവരും സൈഡായി. 2 ദിവസത്തേക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു മൗനായിരുന്നു. കാരണം നമ്മളെ വീട്ടിലുണ്ട് ശരിക്കും പറഞ്ഞ വണ്ടികൾ എന്ന് പറഞ്ഞാല് നമ്മളെ വീട്ടിലൊരു എന്താ പറയാ വീട്ടിലൊരു അംഗം പോലെയാണ്. ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ, നമ്മള് ചെറിയൊരു ടൈമിൽ വന്നു പോണ വണ്ടികളല്ല, കുറെ കാലമായിട്ട് നമ്മളെ പോർച്ചിൽ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള വണ്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു കുടുംബാംഗം പോലെയാണ്. അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ്, പിന്നെ മെയിനായിട്ട് അവർക്ക് ആ ഒരു വിഷമം ഉണ്ടായിരുന്ന വെച്ചാൽ എനിക്ക് അത്ര ഇഷ്ടമായിരുന്ന വണ്ടി മെയിനായിട്ട് ആ ബ്ലാക്ക് കളർ. പിന്നെ ആ വണ്ടി ടൈപ്പ് 2 ഹോണ്ട സിറ്റി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടി. എപ്പോഴും ഇഷ്ടം തന്നെയാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ അത് എടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ അവനോട് കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, എനിക്കത് കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്നെ അത് അറിയിക്കണം. നല്ല സാഹചര്യമാണെന്നുണ്ടെങ്കിൽ, ചില അതിന് പറ്റിയൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴുള്ള ഈ പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നിൽക്കുന്ന ഒരു സമയമാകുമ്പോൾ നോക്കിയിട്ട് അത് എടുക്കാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ അറിയണ ആൾക്കാർക്ക്, കാരണം അതൊരു സഡൻ സെല്ലിങ് ആയിരുന്നു. അതുകൊണ്ട് ഇത് നമുക്ക് ആരെ അറിയിക്കാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടെന്നില്ല. അങ്ങനെ അങ്ങനെ ഇരുന്നത്. കൊടുത്തു, സാധനം പോയി. പേപ്പർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു കഴിഞ്ഞത്. നമ്മൾ കഴിഞ്ഞ വർഷമാണ് അതിന്റെ എക്സോസിസ്റ്റം, ഇൻടേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മറ്റേ ഇതല്ല, എന്താ പറയാ, പൈപ്പിങ്ങും ഫിൽറ്ററും ആണ്. എക്സ്റ്റേണൽ ആണ്. അതിന്റെ എന്താ പറയാ ഇന്റേണൽ കോമ്പണൻസ് ഒന്നല്ല. ഒക്കെ മാറി. വണ്ടി ശരിക്കും പറഞ്ഞാൽ രസമായിരുന്നു. പിന്നെ ഇപ്പൊ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അതിന്റെ വീലും മാറ്റിയപ്പോ വേറെ തന്നെ തീരെ കൊടുക്കാൻ പറ്റാത്തൊരു ഇതിലാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ചില സംഭവങ്ങൾ അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കാണ്ട് വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ അങ്ങനെ കഴിച്ചു. ഞാൻ വീഡിയോ വലിച്ചു നീട്ടി ആകെ അലമ്പാക്കുന്നില്ല, ആവശ്യമില്ലാത്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ട്. അപ്പോ അതാണ് സംഭവം. ചില സംഭവങ്ങള് നമ്മളെ ലൈഫിൽ നിന്ന് പോവാനായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അത് പിടിച്ചു നിൽക്കരുത്. ചിലപ്പോൾ നമ്മുടെ നല്ലതിനാവും. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കണം. നമ്മളെ നല്ലതിനാന്ന് ഓർത്തിട്ട് നമ്മൾ വിട്ടുകൊടുക്കണം. എന്നാലേ നമുക്ക് എന്താ പറയാ സംഭവം മുന്നോട്ട് നമ്മൾ പിന്നെ അതില്ലാണ്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നീട് അത് റെഡിയാവും. പിന്നെ പകരക്കാരൻ ചിലപ്പോൾ വരും, അത് ബാക്കിയുള്ള പോലെയാണ്. പക്ഷെ ഞാൻ ഇതിനെ റീപ്ലേസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അത്രയും ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് ഇതിന് പകരമായിട്ടൊരു സാധനം എനിക്ക് തോന്നല്ല വരുന്നു. കാരണം അത്ര ഇഷ്ടപ്പെട്ടിട്ട് എടുത്തൊരു വണ്ടി ആയതുകൊണ്ട് തോന്നല്ലത് ഇനി എന്താ പറയാ അതിനൊരു റീപ്ലേസ്മെന്റ് വരില്ല. അത് പോയി. ഞാൻ തിരിച്ചു വന്നാൽ അല്ലെങ്കിൽ അതാരും കൊടുക്കില്ല. കാരണം അത് അത്രയും പക്കയാണ് എല്ലാം കൊണ്ടും. നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാതും നമ്മളൊന്നും ഊരിട്ടോ കൊടുക്കുമ്പോൾ. അതെങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു സാധനം ഒന്നും ഊരിട്ടില്ല. അങ്ങനെ. അപ്പൊ അത്രയുള്ള കഴിച്ചുന്നത് വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോസ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും വീഡിയോസ് വരാനുണ്ട്. നമ്മൾ കുറെ പ്രൊജക്ട്സ് ഇങ്ങനെ നമ്മുടെ പൈപ്പ് ലൈനിലുണ്ട്. അതായത് നമ്മൾ ഞാൻ ഇപ്പം നിലവിലുള്ള ദുബായിലാണ്. നിങ്ങൾക്ക് അറിയാം, ഞാൻ പിന്നെ ഈ റൂമൊന്നും അങ്ങനെ കാര്യമായിട്ട് കാണിച്ചു തരുന്നില്ല. നമ്മൾ ഇപ്പം നിലവിലുള്ള ദുബായിലാണ്. ഇവിടെ കുറച്ച് പരിപാടികൾ ലൈക്ക് അങ്ങനത്തെ വേറെ ചിന്തിക്കുന്ന പരിപാടികളൊന്നുമല്ല. അതായത് കുറച്ച് വണ്ടികളുടെ കുറച്ച് സംഭവങ്ങൾ ഞാൻ ഇതിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. സംഭവം ബേസിക്കലി ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ആണ് നമ്മളിതിൽ കൊണ്ടുവരാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ കാറും കുറച്ച് കുത്തിക്കയറ്റും എന്നുള്ളത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ കാർ ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. കാറിന്റെ കുറച്ച് പരിപാടികളുണ്ട്. നമ്മളെ ഫ്രണ്ട്സിന്റെ കുറച്ച് കാർസ് ഞാൻ അതിൽ കൊണ്ടുവരുന്നുണ്ട്. അത് ആരും വ്ളോഗ് ചെയ്തിട്ടില്ലെന്നാണ് വിചാരിക്കുന്നത്. അവർ റീസെന്റ് പർച്ചേസ് ചെയ്ത വണ്ടികളാണ്. അപ്പോൾ ഇതിൽ കുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരും വീഡിയോകളിൽ നമ്മളത് മാറ്റിയെടുക്കുകയാണ്. നമ്മൾ അടുത്ത മാസം ഇൻഷാല്ലാ നാട്ടിൽ പോവാണ്. കല്യാണമാണ്. അപ്പൊ അതിന്റെ കുറച്ച് ബഹളങ്ങളും അല്ലാതും ഉണ്ടാവും.
കുറേ സംഭവങ്ങൾ വരുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. എനിക്ക് ആ വണ്ടിനെ പറ്റി ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയണം. എനിക്ക് അത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ള വണ്ടിയായിരുന്നു. അപ്പോൾ അത് ഞാൻ കൊടുത്തു. ഞാൻ ഈ വീഡിയോയിലേക്ക് പോകില്ല, സോറി. അപ്പോൾ ഞാൻ അതോടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ ബൈസ്, അല്ല സോറി, ഓക്കെ ഗൈസ്, ബൈ.